നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് പതിവുപോലെ മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. ഹെഡ് സെക്യൂരിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാരം. 5400 മുകളിൽ നിഫ്റ്റി എത്തുന്നത് ഈ വാരത്തിൽ നമ്മൾ കണ്ടു. ശ്രദ്ധേയമായ മുന്നേറ്റം കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ അനുഭവപ്പെടുകയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ നിക്ഷേപിക്കുന്നു. ആഗോള സൂചനകൾ അനുകൂലമാകുന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ വാർത്താ ഘടകങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് ആഗോള സൂചനകൾ തന്നെ വിപണിക്ക് ഗുണമായി ഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മികച്ച മുന്നേറ്റം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ശ്രദ്ധേയമായ ലെവലിലേക്ക് എത്തിയ വെള്ളിയാഴ്ച 5400 താഴെയാണ് ക്ലോസിംഗ്. 5380-നടുത്താണ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഉണ്ടായത്. സെൻസെക്സ് 18000 ഒരുപക്ഷെ മറികടക്കുമോ എന്നൊരു പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാർക്കറ്റ് വാച്ച് ഈ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നത്. ഭുവനേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലിൽ നിൽക്കുന്നു. പൊതുവെ നിക്ഷേപകർക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ ലോവർ ലെവലിൽ ബൈ ചെയ്യവർക്കൊക്കെ വലിയ തോതിൽ നേട്ടമുണ്ടായിട്ടുണ്ടാവാം. പലരും പ്രോഫിറ്റ് എടുത്ത് മാറിയ ഒരു സാഹചര്യം ഉണ്ടാകാം. വിപണിയുടെ ഒരു ഗതി ഇനി അങ്ങോട്ടാണ്. മാർക്കറ്റ് ലാസ്റ്റ് 2 months ആയിട്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു മേജർ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് ഫാർമ സെക്ടറാണ്, അതുപോലെ തന്നെ FMCG സെക്ടർ. ഈ രണ്ട് സെക്ടറാണ് മേജറായിട്ടുള്ള ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഫാർമ സെക്ടർ 7.6%, അതുപോലെ തന്നെ FMCG സെക്ടർ 7.8% ബെറ്റർ ആയിരുന്നു. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടർ 3.9% ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ റിയാലിറ്റി സെക്ടറാണ് 3%-അടുത്ത് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ മെറ്റൽ സെക്ടർ മൂവ് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഓവറോൾ എല്ലാ സെക്ടറിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടില്ല. അതേസമയത്ത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ 13%-അടുത്ത് കറക്റ്റ് ചെയ്തു ഈ ലാസ്റ്റ് 2 months കൊണ്ട്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ വന്ന റിസൾട്ടുകൾ അത്രത്തോളം പോസിറ്റീവ് ആയിരുന്നില്ല. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ NPA ഇൻക്രീസ് ചെയ്തു. ഈ രണ്ട് ഘടകങ്ങളായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ, ഈ ഒരു സെക്ടറിൽ ഒരു മേജർ സെല്ലിംഗ് പ്രഷറിന് കാരണമായത്. കാരണം മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തെങ്കിലും എല്ലാ സെക്ടറിലും ആ ഒരു അപ്മൂവ് ഉണ്ടായില്ല. അതുപോലെ എല്ലാ സ്റ്റോക്കിലും ഒരു അപ്മൂവ് ഉണ്ടായില്ല. അതിൻ്റെ ഒരു സെലക്റ്റീവ് ബൈയിങ് ആയിരുന്നു. ഈ ഒരു റാലിയുടെ പ്രധാന റീസൺ ഇക്കണോമിക് സിറ്റുവേഷനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് ഗ്ലോബലിയോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലിയോ തന്നെ മേജർ എക്കണോമിക് ന്യൂസുകളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതിൻ്റെ ഈ റാലിയുടെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഡ്രിവൺ തന്നെ. ലാസ്റ്റ് 1 month ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിക്വിഡിറ്റി ഡ്രിവൺ ആണ്. ഈ ആഴ്ചയും കഴിഞ്ഞ 4 ദിവസം കൊണ്ട് FIs 549 crore ബൈയിങ് സൈഡിലായിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിൽ വന്ന് 530 crore സെല്ലിംഗ് സൈഡിലായിരുന്നു. അപ്പോൾ പ്യുവർലി ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റോക്കുകൾ ഇപ്പോൾ നമ്മൾക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 11%-അടുത്ത് കറക്റ്റ് ചെയ്തു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത മാർക്കറ്റ് വാച്ച് പറഞ്ഞിരുന്നു. റിസൾട്ടിന് ശേഷം ഓരോ റിസൾട്ടും വ്യക്തമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അഡ്വൈസബിൾ എന്നുള്ളൊരു വാർണിംഗ് ഈ റിസൾട്ട് സീസൺ അടുപ്പിച്ച് പറഞ്ഞിരുന്നു. ഇത് ഭാരതി എയർടെൽ 18%-അടുത്ത് കറക്റ്റ് ചെയ്തു. വളരെ മോശം റിസൾട്ട് അനൗൺസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിലൊരു ഷാർപ്പ് കറക്ഷൻ നേരിട്ടത്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള സ്റ്റോക്കിലൊക്കെ തന്നെ 11%-അടുത്ത് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതുപോലെ ജിൻഡാൽ സ്റ്റീൽ 15% കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പല സ്റ്റോക്കുകളിലും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. അതേസമയത്ത് HCL ടെക് 17% ബെറ്റർ ആയിരുന്നു. പല സ്റ്റോക്കുകളും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ തന്നെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. മഹീന്ദ്രയൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. അങ്ങനെ പല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ലാസ്റ്റ് 1 month ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മാർക്കറ്റ് വളരെയധികം ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തെങ്കിലും ഈ റാലിയിൽ എല്ലാ സ്റ്റോക്കുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളിൽ മാത്രമാണ് ഒരു ഹയർ ലെവൽ മൂവ്മെൻ്റ് ഉണ്ടായത്. ഈ ലിക്വിഡിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ റാലി തുടരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും അറിയേണ്ടതും അതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുമോ? മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റാലി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതിൻ്റെ റീസൺ പറഞ്ഞത് ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. FIസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇനിയും വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ടെക്നിക്കലി മാർക്കറ്റ് വളരെ ശക്തമാണ്. മാർക്കറ്റിൽ അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 5250, 5300 എന്ന് പറയുന്ന ഒരു ലെവൽ, ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ തന്നെ ആ ഒരു ലെവൽ സപ്പോർട്ട് സോണായിട്ട് മാറാനാണ് സാധ്യത. ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് വീക്ക് 5400, 450 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം ലാസ്റ്റ് വീക്ക് 5448 വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ ഇപ്പോൾ 5400 ബിലോ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 5450 എന്ന് പറയുന്ന ലെവൽ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് മാർക്കറ്റ് വാച്ച് ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു. ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായി വന്നു.
ചെറിയ കറക്ഷൻ സംഭവിച്ചു. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 5250 ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാത്ത സാഹചര്യത്തിൽ 5450 എന്ന് പറയുന്ന ലെവൽ ഒരു ക്രൂഷ്യൽ ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയും FIs വീണ്ടും അഗ്രസീവ് ബൈയിങ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 5600 എന്ന് പറയുന്ന ലെവൽ വരെ മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ മാർക്കറ്റിനുണ്ട്. ഒന്ന്, ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരണം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമുള്ള പോളിസി അനൗൺസ്മെൻറ്റ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻറ്റ്, ഇതൊക്കെ ആയിരിക്കും മാർക്കറ്റിനെ അടുത്ത ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള റീസൺ. ഈ 2 മന്ത്സായിട്ട് ഇക്കണോമിക് സിറ്റുവേഷനിൽ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. പ്യുവർലി FIസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, സിപ്ല പോലെയുള്ള കമ്പനി, ഫാർമ സെക്ടറും FMCG സെക്ടറിലുമുള്ള ഒരു സെലക്റ്റീവ് ബൈയിങ് ആണ് ഇപ്പോൾ ഈ ഒരു റാലിയുടെ ഒരു പ്രധാന റീസൺ. അതിൽ എല്ലാ സെക്ടറും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കിനും നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിങ് സെക്ടറെല്ലാം തന്നെ 13% പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അതേസമയത്ത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ വളരെയധികം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ റിസൾട്ട് വളരെ നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ലാസ്റ്റ് 2 മന്ത്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ച് തുടരുന്നു. കത്തുകളിലേക്ക് കടക്കുന്നു. ശ്രീ അനിൽകുമാറിന്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരനാണ്. ബാങ്ക് സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ചും പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റോക്കുകളിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. ഈ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ഇടിവിനെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്നത്. നേരത്തെ ഭുവനേന്ദ്രൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് കൈവശമുള്ള സ്റ്റോക്കുകളെക്കുറിച്ചും പറയുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, വിജയ ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് റാൻബാക്സി. ഇത് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഉണ്ടാകുന്ന കറക്ഷൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് റിസൾട്ട് ഒന്ന് മോശമായിരുന്നു. 2, NPA ഇൻക്രീസ് ചെയ്താണ് വലിയൊരു സെല്ലിംഗ് പ്രഷറിന് കാരണമായത്. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് എല്ലാം തന്നെ വളരെ ഷാർപ്പ് കറക്ഷൻ നേരിട്ട ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ NPA എന്ന് പറയുന്ന ബാഡ് ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷനോട് കൂടി തീർച്ചയായിട്ടും ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബൈ അഡ്വൈസബിൾ ആണ്. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യം 1860 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത്. then അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1802 എന്ന് പറയുന്നത് 2 സപ്പോർട്ട് ലെവലാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. 1971 ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കാനറ ബാങ്ക് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു ബാങ്കിങ് സ്റ്റോക്കാണ്. 322 and 299 ഈ ഒരു ലെവൽ തീർച്ചയായിട്ടും ലാസ്റ്റ് റിസൾട്ട് വളരെ മോശമായിരുന്നു. മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കാനറ ബാങ്കിന്റെ റിസൾട്ടിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ ആയിരുന്നു ഈ ഒരു ഷാർപ്പ് കറക്ഷൻ. 400 ലെവലിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ഷാർപ്പ് 340 ബിലോ ആണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 322 and 299 തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. ചിലപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 322, 299 ലെവൽ വരുന്നാൽ തീർച്ചയായിട്ടും ഒരു പുൾ ബാക്ക് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പുൾ ബാക്കിൽ എക്സിറ്റ് ചെയ്ത് മാറാനുള്ള ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഫർദർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. 380 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് 91 and 86. നമ്മൾക്കറിയാം ലാസ്റ്റ് ഒരു 3 to 5 മന്ത്സിൻ്റെ ചാർട്ട് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും 86 ലെവൽ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി മിസ്സാകാതിരിക്കാനായിട്ട് വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ 91 and 86 ലെവൽ വരുമ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. 101 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വിജയ ബാങ്ക് ആണ് 47 and 44. വിജയ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 44 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂവിലേക്ക് ഒരു 44 ലെവൽ വരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 56 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് ഇൻഫോസിസ് ടെക്നോളജീസ് ആണ്. ഇൻഫോസിസ് നമ്മൾക്കറിയാം 2200 ബിലോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ് എന്ന് മാർക്കറ്റ് വെച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്തു. ലാസ്റ്റ് റിസൾട്ടിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ 13% ഒരു കറക്ഷൻ ഇൻഫോസിസിൽ നേരിട്ടു. അതിനുശേഷം വീണ്ടും പുൾ ബാക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2400 എബോവ് ആണ് ക്ലോസിംഗ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 2400 ആണ്. അതുപോലെ തന്നെ 2331 ടെക്നിക്കലി ഇമ്മീഡിയറ്റ് 2 സപ്പോർട്ട് ലെവലാണ്.
ടെക്നിക്കലി ഈ സ്റ്റോക്ക് ഒരു പോസിറ്റീവ് സോളിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ടെക്നിക്കലി ഈ സ്റ്റോക്കിനുണ്ട്. ഫണ്ടമെൻ്റലി മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാം. 2520 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഇൻഫോസിസിൽ ലഭിച്ചു. വളരെ ഷാർപ്പ് സെല്ലിംഗ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പലപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾക്കറിയാം 700 ബിലോ വളരെ കാലത്തോളം ഈ സ്റ്റോക്ക് മൂവ് ചെയ്തതാണ്. അതിനുശേഷം ലാസ്റ്റ് വീക്ക് 800 എബോവ് വന്നിരുന്നു. ആ സമയത്ത് മാർക്കറ്റ് വാച്ചിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 767 ആണ് ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ 742 ഈ രണ്ട് ലെവൽ ആണ് ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് ലെവൽ. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 742 ലെവലായിരിക്കാം ഒരു സേഫ് എൻട്രി ലെവലായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. 850 തീർച്ചയായിട്ടും റിലയൻസിനെ സംബന്ധിച്ച് എഗെയിൻ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ലഭിച്ച് 850 ലെവലിലേക്ക് വരികയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു സെല്ലിംഗ് സൈഡിൽ അതല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ റാൻബാക്സിയാണ്. ഫാർമ സെക്ടർ എല്ലാം തന്നെ ലാസ്റ്റ് 2 മന്ത്സ് കൊണ്ട് 13% ഹയർ ലെവലിലേക്ക് റാൻബാക്സി മൂവ് ചെയ്തു. അതുപോലെ സിപ്ല, ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എല്ലാം തന്നെ വളരെ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തിരുന്നു. 7.5% ബെറ്റർ ആയിരുന്നു ഈ സെക്ടർ. ഇതിൽ റാൻബാക്സിയും വളരെ പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ടെക്നിക്കലി ഇതൊരു പോസിറ്റീവ് സോണിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 523 and 501 ആണ് ഈ രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 590 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. എല്ലാ സ്റ്റോക്കുകളും ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ്. ഇതിൽ പ്രധാനമായിട്ട് ആദ്യമായിട്ട് കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിജയ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന അഡ്വൈസബിൾ ആയിരിക്കും. ടെക്നിക്കലി വീക്ക്നെസ് ഇപ്പോൾ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുണ്ട്. അതേസമയം ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, റാൻബാക്സി, അതിൽ റാൻബാക്സിയും ഇൻഫോസിസും ഒരു ടെക്നിക്കലി ഒരു പോസിറ്റീവ് സോണിലാണ്. അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് കുറച്ചൊരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ തീർച്ചയായിട്ടും നല്ലതാണ്. അടുത്തൊരു കറക്ഷനോട് കൂടി ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ റാൻബാക്സി, ഇൻഫോസിസ് ഇമ്മീഡിയറ്റ് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടെക്നിക്കലി ഈ രണ്ട് സ്റ്റോക്കുകൾ ഒരു പോസിറ്റീവ് സോണിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. ശ്രീ UK നായരുടെ കത്താണ്. അദ്ദേഹം പൂനെയിൽ നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ അസാംകോ, ചെസ്ലിൻ ടെക്സ്റ്റൈൽ, ഇന്ത്യ ഇൻഫോ, മൊസർബെയർ, ടാൻല ആൻഡ് TTML. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ ഈ ഒരു സെലക്ഷൻ ഇദ്ദേഹം ഒട്ടനവധി സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷൻ ചോദിച്ചിരിക്കുന്നത് അസാംകോ ഒരു ടീ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കോഫി പ്രൊഡ്യൂസിങ് കമ്പനിയാണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല സ്സ്റ്റോക്ക്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ₹5 ആണ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 380. അതുപോലെ ടെക്നിക്കലി റെസിസ്റ്റൻസ് 790 ആണ്. അതുപോലെ ചെസ്ലിൻ ടെക്സ്റ്റൈൽസ് ഫണ്ടമെന്റലി ഈ സ്റ്റോക്കും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലും ബിലോ ആണ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ തന്നെ. അതുകൊണ്ട് ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെയാണ് ബിലോ പാർ ഇപ്പോഴും ട്രേഡിംഗ് നടക്കുന്നത്. ₹4.10 ഇതിന്റെ സപ്പോർട്ട് ലെവൽ. ദെൻ അത് ബ്രേക്ക് ആണ് ₹3. ടെക്നിക്കലി തന്നെ ഈ സ്റ്റോക്കിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോലും പറ്റാത്ത സ്റ്റോക്കുകളാണ്. 950 ആണ് ഈ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യ ഇൻഫോലൈനാണ്. ഇന്ത്യ ഇൻഫോലൈനെ സംബന്ധിച്ച് ലാസ്റ്റ് 2 years ആയിട്ട് ബ്രോക്കിംഗ് ഇൻഡസ്ട്രി എല്ലാം തന്നെ വളരെ മോശമാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യ ഇൻഫോലൈൻ നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഈ മോശം രീതിയിൽ തുടരുന്നത് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു വരുന്നത്. പക്ഷേ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 50 and 45 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 60 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മോസർ ബിയർ ആണ്. മോസർ ബിയറും റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന റിസൾട്ടുകളെല്ലാം തന്നെ മോശമാണ്. ഒരു ടേൺ അറൌണ്ട് സിറ്റുവേഷനിലേക്ക് വരാൻ ഈ മോസർ ബിയറിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെയും പ്രോഫിറ്റിലേക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരവസരത്തിൽ വളരെ നന്നായി പെർഫോം ചെയ്തിരുന്ന സ്റ്റോക്കാണ് 3 years ബാക്ക്. പക്ഷേ അതിനുശേഷം കണ്ടിന്യൂസ് ലോസ് വന്ന് വീണ്ടും ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാല്യുവേഷൻ വളരെയധികം കുറവാണ്. ₹4.40 ലെവലിലേക്ക് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ അത് ബ്രേക്ക് ആണെങ്കിൽ ₹3 വരാം. 13 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ തൻല സൊല്യൂഷൻസ് ആണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ബിലോ പാർ ആണ്. ഫണ്ടമെന്റലി ഈ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. പക്ഷേ മാർക്കറ്റ് ഒരു ബുൾ ഫേസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റാലി വരികയാണെങ്കിൽ ഈ സ്റ്റോക്കൊക്കെ തന്നെ വളരെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് തൻല സൊല്യൂഷൻ ₹5.30 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡിംഗ്. ദെൻ ₹4
ദെൻ 755 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ TTML ആണ്, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡർ ആണ്. ഇതൊരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരു ബൈ ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിന്റെ ഇലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ് എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.